ഇന്ന് നമുക്ക് രാത്രിയിൽ ദൈവവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. യാക്കോബിന്റെ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ജെയിംസ് 1:18. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിനു അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. എന്ത് ചെയ്തു? നമ്മളെ സത്യത്തിന്റെ വചനത്താൽ ജനിപ്പിച്ചു. എങ്ങനെ ജനിപ്പിച്ചു? വചനത്താൽ. ഒന്ന് പറഞ്ഞ വചനത്താൽ ജനിപ്പിച്ചു. അപ്പൊ എന്ത് ഈ വചനത്താൽ ജനിപ്പിക്കുക? എന്താണ്? വാട്ട് ഇസ് മീൻ ബൈ ഗിവ് ബർത്ത് ബൈ വേർഡ്? എന്താണ് വചനത്താൽ ജനിപ്പിക്കുക എന്ന് പറഞ്ഞു? അതായത് വചനം എന്നതിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് വചനം? വാട്ട് ഇസ് ദ വേർഡ്? വചനത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത് എങ്ങനെയാണ്? 1-2 വാക്യത്തില്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അല്ലേ? അപ്പൊ വചനം, വേർഡ് ഈസ് ഗോഡ്. വചനം ദൈവമാണ്. എന്നാല് യോഹന്നാന്റെ സുവിശേഷം 6:63 പറയുന്നു വചനം ആത്മാവാ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവാ. യോഹന്നാന്റെ സുവിശേഷം 17:17 പറയുന്നു നിന്റെ വചനത്താൽ അവരെ ശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമല്ലോ. അവിടെ പറയുന്നത് വചനം സത്യമാ. ഒരു സ്ഥലത്ത് പറയുന്നത് വചനം ആത്മാവാ. ഒരു സ്ഥലത്ത് പറയുന്നത് വചനം ഹല്ലേലൂയ വചനത്തെക്കുറിച്ച് വചനം ദൈവമാ. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് വചനം സത്യമാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, വചനം, വേർഡ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. വചനം വളരെ 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 പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എത്രത്തോളം വചനത്തോട് അടുക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറും. ഇന്ന് രാത്രി നിങ്ങൾ എത്ര നരകയാതന സമമായ ജീവിതത്തിൽ കൂടെ നിങ്ങൾ പോവുകയാണെങ്കിലും വചനത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മുഴുവനായി മാറ്റാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിക്കാൻ പറ്റും വചനത്തിന്. നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ വചനത്തിന് പറ്റും. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാനായിട്ട് വചനത്തിന് പറ്റും. നമുക്ക് ഈ വചനത്തെക്കുറിച്ച് ചെയ്യുമ്പോൾ വചനം മത്തായിയുടെ സുവിശേഷത്തില് അതിന്റെ 27-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 27, മത്തായിയുടെ സുവിശേഷം അതിന്റെ 27-ാം അധ്യായത്തിന്റെ 63-ാം വാക്യം. മാത്യു 27:63. യജമാനനെ, ആ ചതിയൻ ജീവനോട്ടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ടും ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അപ്പൊ ഇവിടെ ഈ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു. യേശുവിനെ ക്രൂശിച്ചു കഴിഞ്ഞ് അടക്കവും കഴിഞ്ഞപ്പോ ഈ മതപുരോഹിതന്മാര് പീലാത്തോസിനടുക്ക് വന്നിട്ട് പറയും, ഞങ്ങൾക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. കാരണം ഈ മതപുരോഹിതന്മാർ യേശുവിനെ ഒത്തിരി അടുത്ത് വാച്ച് ചെയ്ത ആളുകളാണേ. നിങ്ങൾക്കറിയാം, യേശുവിന് അടുക്കൽ ഒത്തിരി കാര്യമായിട്ട് അവർ വന്നായിരുന്നു. ഒരിക്കൽ വന്നിട്ട് അവരെന്താ പറഞ്ഞെന്നറിയോ? കൈസർക്ക് കരം കൊടുക്കുന്ന വിധമാണോ? അതവൻ പറയുന്ന അനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അവനിൽ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് അത് പറഞ്ഞു. വ്യഭിചാരക്കുരുതിയിൽ പിടിച്ച ഒരു സ്ത്രീയായിട്ട് വന്നു. എന്താ ചെയ്യേണ്ടത്? ഇവളെ കല്ലെറിയണോ കൊല്ലണോ? അത് ആ ചോദ്യമായിട്ട് വന്നത് യേശു വലിയ അവരുടെ എല്ലാം മുമ്പിൽ ഏറ്റവും വലിയ ഹീറോ ആയതുകൊണ്ടും അവനെ അനുസരിച്ചേക്കാം എന്ന ഗുരു എന്നൊക്കെ ചുമ്മാ വിളിക്കുന്ന. അപ്പൊ അവർ യേശുവിനെ അടുത്ത് വാച്ച് ചെയ്തവരാ. അപ്പൊ അവർ യേശുവിന്റെ ഓരോ വാക്കും കണ്ടിട്ടുണ്ട്. അവർ കേട്ടിട്ടുണ്ടെന്നേ. എന്ത് കേട്ടത്? യേശു എന്തേലും പറഞ്ഞ അതുപോലെ സംഭവിക്കുന്നവർ കണ്ടതാ. യേശു കണ്ടതാ, അവർ കണ്ടതാ. അപ്പൊ അവർക്കറിയാം ഇവൻ പറഞ്ഞ സംഭവിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരുത്തരോട് പറഞ്ഞ് കിടക്കെടുത്ത് നടക്കാൻ, അവനെ കിടക്കെടുക്കാൻ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ശീലോകോണത്തിൽ ചെന്ന് കണ്ണ് കഴുകാൻ പറഞ്ഞു, കഴുകാൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ അപ്പൊ അവരോർത്ത് എന്നറിയോ, ഞങ്ങൾ ഇതിന് ഇടയ്ക്ക് കയറി നിന്ന കാര്യം നടക്കത്തില്ല. അവരെന്തെല്ലാം പറഞ്ഞാലും ആ ബോധ്യത്തിൽ അവരൊരു കാര്യം ചെയ്തു.
പീലാത്തോസിനോട് പറഞ്ഞു, ഇവൻ പറഞ്ഞ പോലെ നടക്കും, പക്ഷെ നമുക്കൊന്ന് നോക്കാം, ഇതുവരെ കളിച്ച പോലല്ല, ഇനി ഞങ്ങളുടെ കയ്യിലാണ് പന്തിരിക്കുന്നത്. ഞാൻ പറയാം, ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത് പിശാചിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്നാണെന്നറിയോ? അവന് നമ്മൾ ഇന്നലെ പടക്കം കത്തിക്കുന്ന പറഞ്ഞ പോലെ തിരി കത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേനും പുള്ളി ഓർത്ത് ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷെ പടക്കത്തിൽ തിരി കയറിപ്പോഴുക അവനെ പൊട്ടിച്ചോണ്ട് പടക്കം പോയി. യേശുവിനെ പിടിച്ചപ്പോൾ അവനോർത്ത് കുഴപ്പമില്ല, അടിച്ചപ്പം ഈ ക്രൂശിച്ചപ്പോഴെല്ലാം അവനോർത്ത് കുഴപ്പമില്ല. പക്ഷെ അവന് തിരി കത്തിക്കൊണ്ടിരിക്കാന്ന് പുള്ളി അറിഞ്ഞില്ല. പക്ഷെ ക്രൂശിൽ അവനെ ക്രൂശിച്ചപ്പോൾ വചനം ഇങ്ങനെ പറയുന്നത്, വാഴ്ചകളും അധികാരങ്ങളും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശിൽ സംഭവിച്ചത് ആ പടക്കം അങ്ങ് പൊട്ടുകായിരുന്നു. എന്താ ഇവന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പോലെ ഇവന്റെ ശക്തി പോയി. അപ്പൊ ഇവര് വിചാരിച്ചെന്താ, ഇവര് ശ്രമിച്ചാൽ ഈ അത്ഭുതമൊക്കെ ഒന്ന് തടയാം, എവിടെ വരെ പോകും നോക്കാം. നിങ്ങളൊരു കാര്യം പറയട്ടെ, ഹല്ലേലൂയ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായിട്ട് നിൽക്കാൻ ആർക്കും സാധ്യമല്ലെന്ന്. ദൈവം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ ഒരൊറ്റ വ്യക്തിക്ക് പോലും നമുക്കെതിരെ നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇവര് പ്ലാൻ ചെയ്തു, ഇവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു, അപ്പോൾ നടക്കരുത്. അവർ പറഞ്ഞൊരു കാര്യമാണ്, പീലാത്തോസ് പറഞ്ഞൊരു കാര്യമാണ്, ഒരു കാര്യം ചെയ്യും, ഞാൻ കാവൽക്കാരെ തരാം, നിങ്ങൾ അതെന്ന് വെച്ചാൽ പോയി ചെയ്തു. അവർ പോയിട്ട് കല്ലറ മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പിച്ചു. 66 വാക്യം. പക്ഷെ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുക കേട്ടോ. പക്ഷെ അടുത്ത അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഒരു സംഭവം നടന്നു. 28:6. അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ. നിങ്ങൾക്ക് ഇന്ന് രാത്രി നിങ്ങളോടൊരു കാര്യം പറയുന്ന നേരം, വചനത്താൽ വീണ്ടും ജനിപ്പിച്ചു. വചനത്താൽ. ആ വചനത്തിന് പ്രത്യേകത പറയാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ വചനത്തിനൊരു പ്രത്യേകത ഉണ്ട്, അവൻ പറഞ്ഞതുപോലെ നടക്കും. യേശു ക്രിസ്തു സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുവിലെ വിശ്വാസത്തോടു കൂടി ആരെയും ഇന്ന് ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ശബ്ദം ആരെയും കേൾക്കുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറയുക, അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. ലോകം, let them do whatever they like, let them say whatever they like. അവർക്ക് ഇഷ്ടമുള്ളത് പറയട്ടെ, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. But whatever God said, എന്താണോ ദൈവം പറഞ്ഞത് അതല്ലാതെ നിന്റെ വീട്ടിൽ നടക്കത്തില്ല, നിന്റെ ശരീരത്തിൽ നടക്കത്തില്ല, നിന്റെ ഓഫീസിൽ നടക്കത്തില്ല, നിന്റെ ബിസിനസ്സിൽ നടക്കത്തില്ല, നിന്റെ തലമുറകളുമേ നടക്കത്തില്ല, നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ആമേൻ. ലോകവും സിംറ്റംസ് എല്ലാം പലതും പറയും, പേടിപ്പിക്കും, മരിക്കും, തീർന്നു പോകും, കടം കയറും, പ്രശ്നമാകും, തകർന്നു പോകും, ആത്മഹത്യയും, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, പ്രശ്നമാ എന്ന് ലോകം പറയുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവത്തിനൊരു കാര്യം പറയാറുണ്ട്, നീ അവിടെ ഇരുന്നോ, ഞാൻ പറഞ്ഞതുപോലെ അല്ലാതെ വേറൊന്നും നടക്കത്തില്ല. ചുറ്റുപാടുകൾ നിങ്ങളോട് ഭയപ്പെടുത്തുന്ന ദൂതുകൾ പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടുത്തുന്നുണ്ടോ? രാത്രി സ്വർഗം നിങ്ങളോട് പറയുക, അവൻ പറഞ്ഞതുപോലെ അല്ലാതെ സംഭവിക്കത്തില്ല. എത്ര കാവൽ വെച്ചാലും, എത്ര മുദ്ര വെച്ചാലും, എത്ര മാത്രം ഹല്ലേലൂയ ഉറപ്പ് വരുത്തിയാലും, എത്രത്തോളം അതിന് ചുറ്റും കാവൽ നിന്നാലും, എൻ്റെ കർത്താവ് പറഞ്ഞത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. യോസഫേ, നിന്നെ എത്ര സഹോദരങ്ങൾ നുണ പറഞ്ഞ് നിന്നെ കൊണ്ട് പൊട്ടക്കിണറ്റിട്ട് തല്ലിക്കൊന്ന് തീർക്കാൻ ശ്രമിച്ചാലും, നിന്നെ ആ കിണറ്റിൽ വെച്ച് ഒരുപക്ഷെ കൊന്നിരുന്നെങ്കിൽ പോലും നിന്നെ ജീവനോടെ അതിനകത്തുനിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് ഹല്ലേലൂയ പറഞ്ഞതിനെ, നിനക്ക് തന്ന ദർശനത്തെ നിവർത്തിക്കാൻ ദർശനം കാണിച്ച ദൈവം വിശ്വസ്തനാന്നേ. നിനക്കെതിരെ പറയുന്ന ഒരു നുണയും, നിനക്കെതിരെ ചിന്തിക്കുന്ന ഒരു ചിന്തയും, നിനക്ക് വിരുദ്ധമായി കാട്ടിക്കൂട്ടുന്ന സകല പ്ലാനും പദ്ധതികളും എല്ലാം അതിനെ എൻ്റെ ദൈവം നിർവീര്യമാക്കും. നിനക്ക് വിരുദ്ധമായിട്ട് ഒരു വഴിയേ വരും, 7 വഴിയാ നിന്നെ വിട്ട് ചിതറിപ്പോകും. ബിക്കോസ് ഗോഡ് ഈസ് ഫോർ യു.
ബിക്കോസ് ഗോഡ് ഈസ് ഫോർ യു. കർത്താവ് നിനക്ക് വേണ്ടി നിൽക്കുക. ബിക്കോസ് ഗോഡ് ഈസ് ഫോർ യു. ഹല്ലേലൂയ. ആമേൻ. വചനം ഇങ്ങനെ പറഞ്ഞു, അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കയില്ലതാനും. നിന്നെ വിടിവിപ്പാനും രക്ഷിപ്പാനും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഉണ്ട്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും വിഷയം നിങ്ങളുടെ ഉള്ളിൽ ഭയത്തോടെ അലട്ടുന്ന നിലയിൽ നിങ്ങൾക്ക് തന്നെ വ്യക്തമായ കാര്യങ്ങളെ അറിയാവുന്ന നിലയിൽ തളർച്ച ബാധിച്ചിരിക്കുകയാണോ? ഇന്ന് രാത്രി ജീവിപ്പിക്കുന്ന കർത്താവ് നിങ്ങളുടെ വീട്ടിനകത്ത് ഇറങ്ങി വന്ന് നിങ്ങളോട് ചേർന്ന് നിന്ന് അവൻ പറയുക, ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കും. ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ. ഓ മൈ ഗാഡ്, താങ്ക് യു ജീസസ്. ഇന്ന് ചിലരുടെ ജീവിതത്തിനകത്ത് അവൻ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന ചില അത്ഭുത പ്രവൃത്തികൾ ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. ഹല്ലേലൂയ. അവൻ്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നത് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഈ ബൈബിള് ഒരു പേജും കൂടെ എഴുതി നിറയ്ക്കാനായിട്ട്, ഒരു വാക്യം കൂടെ ആഡ് ചെയ്യാനായിട്ട് എഴുതി ചേർത്തതല്ല. അത് നിങ്ങളിൽ നിവർത്തിക്കുവാൻ അതിന് ശക്തിയുണ്ട്, അതിന് വിശ്വസ്തതയുണ്ട്. അവൻ വിശ്വസ്തനാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ വചനം നിങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പോവുക. ഇപ്പോൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ അസാധാരണ സൗഖ്യം വെളിപ്പെടാൻ പോവുക. നിങ്ങളിൽ അസാധാരണ ജീവൻ വെളിപ്പെടാൻ പോവുക. നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമഹത്വം, നിങ്ങളെ ഉയർപ്പിക്കുന്ന ദൈവമഹത്വം, നിങ്ങളെ മാനിക്കുന്ന ദൈവമഹത്വം. യെസ്, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക്, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വിരോധമായി ആമേൻ പിശാച് ഉണ്ടാക്കി വെച്ച എല്ലാ തന്ത്രങ്ങളും വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട്, ഹല്ലേലൂയ, നിങ്ങൾക്ക് വിരോധമായി പിശാച് ഒരുക്കി വെച്ച സകല കെണികളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അതിനെ നിർവീര്യമാക്കുന്നു. കർത്താവ് പറഞ്ഞൊരു കാര്യമാ, ദൂതൻ പറഞ്ഞൊരു കാര്യമാ, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല. ഞാൻ ഈ പറയുന്ന ഉദാഹരണങ്ങളുടെ കൂടെ പറഞ്ഞേ. ഒരു ഫാമിലി വീട്ടിൽ നിറങ്ങുമ്പം ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, മോളെ ഇച്ചിരി പൈസ എടുത്തോണം കേട്ടോ, ഇച്ചിരി പൈസ എടുത്തോണം, പള്ളിയിൽ പോകല്ലേ, ഇച്ചിരി പൈസ എടുത്തോണം. എന്താ പള്ളിയിൽ ഇപ്പോൾ പൈസ എടുക്കുന്നത്? കുറച്ച് പൈസ എടുക്കുന്നത് എനിക്ക് ഒരാൾക്ക് കൊടുക്കാനായിട്ട്. അവര് ഈ പണമൊക്കെ ആയിട്ട് ചർച്ചിന് അവിടെ എത്തി, പള്ളിയുടെ അവിടെ എത്തി. പള്ളിയിലെത്തിയപ്പോൾ അതിനടുത്തൊരു കുളമുണ്ട്. ആ കുളത്തിന്റെ സൈഡിൽ കൂടെ പോയി ഒരാളെ തപ്പുക. ചോദിച്ചു, ഇവിടെ ഒരാൾ 38 വർഷമായിട്ട് ഇവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ, അവൻ എല്ലാ ആഴ്ചയും ഞാൻ എന്തെങ്കിലും കൊടുക്കാറില്ല. എന്നെ കാണുമ്പോൾ എല്ലാം പറയും, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ഉടനെ ചുറ്റുമുള്ളത് ഒരുമിച്ച് പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല. എന്താണെന്നറിയോ? യേശു തൊട്ടവൻ ഇനി അവിടെ ഇല്ല. ഇന്ന് രാത്രി പറയാം, നിന്നെ ചില ഗ്രൂപ്പിനകത്ത് നിന്നെ ഉൾപ്പെടുത്തിയല്ലേ. നീ കള്ളന, നീ മോശക്കാരന്, ആ കടക്കാരന്, ആ സ്ത്രീ ശരിയല്ല, ആ കുഞ്ഞുങ്ങൾ ശരിയല്ല, ആ വീട് ശരിയല്ല. ഇന്ന് രാത്രി സ്വർഗം പറയുക, അവൻ ആ ലിസ്റ്റിലില്ല, അവൻ അവിടെ ഇല്ല, അവൻ അവിടെ ഇല്ല. കാരണം എന്നറിയോ? എൻ്റെ യേശു ആ വഴിക്ക് വന്നതാണെങ്കിൽ അവൻ കല്ലറയിൽ നിന്ന് മാത്രമല്ല, ആമേൻ ഹല്ലേലൂയ, അവൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞത് പലരെയും അവരുടെ പൊസിഷനിൽ നിന്ന് മാറ്റിയവനാ. ലോകര് പറഞ്ഞു 38 വർഷമായിട്ട് ഇവനോട് കടന്നല്ലേ, അവൻ ഇവിടെ ഇല്ലെന്ന്, അവനിവിടെ ഇല്ല, അവനിവിടെ ഇല്ല. രാത്രി പറയാം, ഹല്ലേലൂയ, ലോകം നിന്നെ ചില പട്ടികയിൽ, നിന്നെ ചില കൂട്ടത്തിനകത്ത് ഉൾപ്പെടുത്തി ശാപമായിട്ട് തകർന്ന് കുടുംബമായിട്ട്, ആ കുടുംബം ഒരു കാലത്ത് വലിയ കുടുംബമായിരുന്നു കേട്ടോ, ഇപ്പൊ എല്ലാം നശിച്ചു പോയി, നിന്നെ കുറിച്ച് മറ്റു പലതും പറഞ്ഞ് ശീലിച്ചവർ ഇന്ന് രാത്രി പറയും, ഹല്ലേലൂയ, അവരിവിടെ ഇല്ല. യേശു അവരെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ഒരുത്തൻ വഴിയിലിരിക്കുക, കീറിപ്പറഞ്ഞ വസ്ത്രം, നാറ്റം വെച്ച വസ്ത്രം. അവനടുത്ത് ആരും വരത്തില്ല കേട്ടോ, കാരണം അവന്റെ പുതപ്പ് അങ്ങനത്തതാ, അവന്റെ പുതപ്പ് അങ്ങനത്തെ. ആ ഏരിയ തന്നെ അറിയപ്പെടുന്നത് അവന്റെ പേരില്ല. അവന്റെ പ്രശ്നം എന്നറിയോ? ജന്മന കുരുടനാന്നേ, കുരുടനാ, ഭർത്തിമായി എന്ന അവന്റെ പേര്. ഒരു ദിവസം നാട്ടുകാരെല്ലാം കൂടെ അതിലെ വന്നപ്പോ ആ സ്ഥലം അറിയപ്പെടുന്ന ആ കുരുടന്റെ പേരില്ല അവൻ ഇരിക്കുന്ന മുക്ക്.
അല്ലെ? ചിലരെ കുറിച്ച് അങ്ങനെയല്ല പറഞ്ഞു, അവരുടെ വീട്ടുപേരൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഈ സ്ഥലം അറിയപ്പെടുന്ന ഈ കുരുടന്റെ പേരില്ല. നാട്ടുകാരെല്ലാം അതിലെ വന്നപ്പോ ഇവിടെ ഇരുന്ന ആ കുരുടൻ എന്ത് ചെയ്യേ? ആ നാറ്റം വെച്ചവൻ, ഹല്ലേലൂയ, അവൻ ചുറ്റും നിന്നവർ പറഞ്ഞു അവൻ ഇവിടെ ഇല്ല. കാരണം യേശു അവനെ തൊട്ടു. യേശു അവനെ തൊട്ടു. ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ ജീവിതത്തിനകത്ത് ആ പണിയാതെ കടന്ന് വീട് അല്ല, പണിയാതെ കടന്ന് വീടില്ല, ആ പണി പൂർത്തിയായി. ആ ആഴ്ചയിൽ എല്ലാ ദിവസവും മരുന്ന് കഴിക്കുന്ന ആ ബ്രദർ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ആ ലിസ്റ്റിനകത്തില്ല കേട്ടോ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളെ നാട്ടിൽ, നിങ്ങളെ ദേശത്ത്, നിങ്ങളുടെ സഭയിൽ നിങ്ങൾ ഇതുവരെയും അറിയപ്പെട്ടത് വേറൊരു നിലയിലാണെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി സ്വർഗം പറയും അവരിവിടെ ഇല്ല. എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ ആ കൂട്ടത്തിലില്ല, ഞാൻ ആ ശാപത്തിന് കൂട്ടത്തിൽ? എന്റെ കുടുംബത്തിൽ ഒത്തിരി ശാപം നിറഞ്ഞവരുണ്ട്, പക്ഷെ ഐ ആം നോട്ട് കണക്ട് വിത്ത് ദം, ഐ ആം ഡിറ്റാച്ച്ഡ് ഫ്രം ദം. ഞാൻ അവരിൽ നിന്ന് പുറത്താ, ആ ശാപത്തിനകത്തുനിന്ന് പുറത്താ, ഞാൻ രോഗത്തിനകത്തുനിന്ന് പുറത്താ, ഞാൻ ആ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്താ. ആ വീട്ടിൽ ആരും നന്നായിട്ടില്ല, പക്ഷെ ഞാൻ അതിൽ നിന്ന് പുറത്താ. ആ വീട്ടിൽ നിന്ന് ആരും ഉയർച്ച പ്രാപിച്ചിട്ടില്ല, പക്ഷെ ഞാൻ അതിൽ നിന്ന് പുറത്താ. ഹല്ലേലൂയ, അവൻ അവിടെ ഇല്ല. രാത്രി കർത്താവ് ഇന്ന് ചിലരെ കുറിച്ച് ലോകം പറയുക അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല. ഇന്ന് രാത്രി ഒരത്ഭുത പ്രവൃത്തി പലരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോവാ, പലരുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവാ. യേശു നാമത്തിൽ എത്ര പേർ തയ്യാറുണ്ട്? അവൻ ഇവിടെയില്ല, അവൻ ഇവിടെയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗത്തിലെ അപ്പ പറയുക, നീ ആയിരുന്ന സ്ഥാനത്തുനിന്ന് നിന്നെ മാറ്റുക കേട്ടോ. ഹല്ലേലൂയ. നീ ഇതുവരെ അറിയപ്പെട്ടതുപോലെ അല്ല നീ അറിയപ്പെടാൻ പോകുന്നത്. നിന്റെ അകത്തൊരു വലിയ മഹത്വം ഇറങ്ങി വരുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ചില കുടുംബങ്ങളുടെ അകത്ത് ഇന്ന് രാത്രി തന്നെ വർഷങ്ങളായി നിൽക്കുന്ന ചില രോഗബന്ധനങ്ങൾ തകർത്തുകളെയും തീർത്തുകളെയും കൊന്നുകളയുമെന്ന് ആമേൻ എതിർത്ത് നിൽക്കുന്ന ചില രോഗശക്തികളോട് നീ ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ വിളിച്ചു പറ, യേശു ക്രിസ്തു 2026 വർഷങ്ങൾക്കും അവൻ മരിച്ചപ്പോൾ ഈ രോഗത്തെ കൊന്നതാണ് അവൻ. ആ രോഗത്തിന് എന്റെ മേൽ അധികാരമില്ല. അവൻ ഈ രോഗത്തിന്റെ വേരിനെ അവൻ അറുത്തു കളഞ്ഞതാ. അതിന് എന്റെ മേൽ അധികാരമില്ല. ഈ രോഗത്തിന് എന്റെ മേൽ അധികാരമില്ല. ഈ ശാപത്തിന് എന്റെ മേൽ അധികാരമില്ല. ഇന്ന് രാത്രി പറ, അവൻ ഇവിടെയില്ല. ഇന്ന് ലോകം പറയും അവരിവിടില്ല, അവനിവിടില്ല, അവനിവിടില്ല. ഹല്ലേലൂയ. ഒരിക്കൽ ഹല്ലേലൂയ, ഒരു പട്ടണത്തിൽ കുറച്ച് പേര് ഇങ്ങനെ വരിക. വന്നപ്പോഴത്തേന് അവർ പറഞ്ഞ കാര്യം, വേണ്ട കേട്ടോ, ആ വഴി പോകണ്ട കേട്ടോ, ആ വഴി പോകണ്ട. എന്താ പ്രശ്നം? അവിടെ ഒരു വട്ടനുണ്ട്. എന്താ വട്ടനോ? അന്ന് വട്ടനല്ല കേട്ടോ, അവനെ സഹിക്കാൻ പാടാ. അവൻ കല്ലുകൊണ്ട് തന്നെ ചതയ്ക്കും. അവൻ ചങ്ങലക്കിട്ടിട്ടും അവനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ആ വശത്ത് പോകരുത്. അവന് ഭ്രാന്തനെ പോലെയാണ്. അവന് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അവൻ ചിലപ്പോൾ നമ്മളെയും കല്ലെടുത്തെറിയും, നമ്മളെ ഉപദ്രവിക്കും. ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവരെ, കുറച്ചു ദിവസത്തിന് ശേഷം വന്നപ്പോൾ പറഞ്ഞു നമുക്ക് അതിലേ പോകാം. അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു, എടാ അവിടെ മറ്റേ ഇല്ല, അവൻ അവിടെ ഇല്ലെന്ന്. അവന് സുബോധം വന്നു. അവന്റെ ചങ്ങലയൊക്കെ ഇട്ട് അവനെ കെട്ടാൻ നോക്കിയിട്ട് കെട്ടാതിരുന്നവന് സുബോധം വന്നു. അവൻ വസ്ത്രം ധരിച്ച് വീട്ടിൽ നിന്ന് അവൻ നല്ലവനായിട്ട് വീട്ടിൽ സുവിശേഷ വേല ചെയ്യുക. ദക്കപ്പൊടി ദേശത്ത് സുവിശേഷം അറിയിച്ചുകൊണ്ട് നിൽക്കുക. ഗദസര ദേശത്തെ സുവിശേഷകനായി, ഗദസര ദേശത്തെ മിഷണറി ആയിട്ട് അവനെ മാറ്റിയിരിക്കാൻ. ഇന്ന് രാത്രി പറയാം, നിന്റെ തലമുറകൾ ചില കെട്ടിനകത്ത് കിടക്കുന്നെങ്കിൽ ഇന്ന് സ്വർഗം പറയുക അവൻ അവിടെ ഇല്ല. ഞാൻ ആ കൂടെ ഇല്ല. രാത്രി യേശുവിന്റെ നാമത്തില് ഏതെങ്കിലും ഹല്ലേലൂയ പ്രതിസന്ധികളുടെ കൂട്ടത്തിനകത്ത് പെട്ടവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം പറയുക, നീ ആ കൂട്ടത്തിനകത്തില്ല കേട്ടോ. നീ ആ കൂട്ടത്തിനകത്തില്ല. നിന്നെ ആ കൂട്ടത്തിനകത്ത് ഉൾപ്പെടുത്താൻ എനിക്ക് പദ്ധതിയില്ല. ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ നിന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ എനിക്ക് പദ്ധതിയില്ല. നിന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ എനിക്ക് പദ്ധതിയില്ല. നിന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ എനിക്ക് പദ്ധതിയില്ല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ചിലരോട് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, നിന്നെ ചില കൂട്ടത്തിൽ നിന്ന് ഞാൻ മാറ്റുക. ഹല്ലേലൂയ. കുടുംബത്തിനകത്തൊരു ശാപമായി ജീവിച്ച വ്യക്തിയാണോ? നാട്ടുകാരുടെ മുമ്പിൽ ഒരു ശാപമായിട്ട് ജീവിച്ച വ്യക്തിയാണോ? മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അപഹാസമായിട്ട് ജീവിച്ച വ്യക്തിയാണോ? ഇന്ന് സ്വർഗം പറയുക, നിന്റെ പേര് ഞാൻ അതിനകത്തൊന്ന് മാറ്റുക. നിന്റെ പേര് ഞാൻ അതിനകത്തൊന്ന് മാറ്റുക. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? എത്ര പേർക്ക് അതിന് രാമയൻ പറയാൻ പറ്റും? ഇന്ന് ലോകം പറയും അവൻ ഇവിടെ ഇല്ല കേട്ടോ. ദൂതൻ പറയും അവൻ ഇവിടെ ഇല്ല കേട്ടോ. നിന്റെ നാട്ടുകാർ പറയും അവൻ ഇവിടെ ഇല്ല കേട്ടോ. അവന്റെ പൊസിഷൻ മാറി. അവൻ ഇതുവരെ ആയിരുന്ന പോലെ അവന്റെ പൊസിഷൻ മാറി. അവന്റെ പൊസിഷൻ മാറി. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യെസ് ഹല്ലേലൂയ. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവൻ ഇവിടെ ഇല്ല എന്ന് പറയത്തക്കോണം ഇന്ന് ചില ജീവിതങ്ങളകത്ത് ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുക. യെസ്,
Oh, holy, 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 Holy Spirit. Oh, dear holy, 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 Holy Spirit. Thank you, thank you, thank you, Holy Spirit. Thank you, Holy Spirit. We worship you, Holy Spirit. We praise you, Holy Spirit. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നാളുകളായി ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? മാറി മാറി മരുന്ന് കഴിച്ചിട്ടും സൗഖ്യമാക്കാത്തവർ എന്നെ കേൾക്കുന്നുണ്ടോ? എല്ലാ ചികിത്സാവിധികളും നോക്കിയിട്ട് സൗഖ്യമാക്കാത്തവർ എന്നെ കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടുമ്പോൾ നിന്റെ ആമേൻ ആമേൻ ഹാലലൂയ, നിന്റെ നാഡി ഞരമ്പുകളിൽ, ഹാലലൂയ, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ, ആന്തരിക അവയവങ്ങളിൽ, ബാഹ്യ അവയവങ്ങളിൽ വിട്ടുവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടുന്നു. അവന്റെ അടിപ്പിണറുകളാലുള്ള സൗഖ്യം. നീ രോഗം വന്ന് മരിക്കാനുള്ള വ്യക്തിയല്ല, നീ രോഗം വന്ന് നിന്ന് അനുഭവിക്കാനുള്ള വ്യക്തിയല്ല. നിന്റെ അകത്ത് വാഴുന്നത് ക്രിസ്തുവിന്റെ ജീവനാ. ആമേൻ. അത് ഒരുപക്ഷെ ചെറിയ രോഗമായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ വലിയ കാര്യമായിട്ട് കൺസിഡർ ചെയ്യാത്ത രോഗമായിരിക്കാം. പക്ഷെ വിട്ടുവിക്കുന്ന കർത്താവിന് രാത്രിയിൽ കൂടുണ്ട്. അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവിന് രാത്രിയിൽ ഇറങ്ങി നിൽക്കുക. നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി നിൽക്കുക, ആ ഹോസ്പിറ്റലിനകത്ത് ഇറങ്ങി നിൽക്കുക, ഹാലലൂയ, ആ റൂമിൽ ഇറങ്ങി നിൽക്കുക, ആ കിടക്കയിൽ ഇറങ്ങി നിൽക്കുക. എന്തിനാണെന്നറിയാമോ? ഹാലലൂയ, ഒരു വാക്ക് പറ, അവൻ ഇവിടെ ഇല്ല, അവൻ സൗഖ്യം പ്രാപിച്ചിരിക്കുക. അവൻ ആ ലിസ്റ്റിനകത്തിലോട്ട് അവൻ ആളുമാറി, അവൻ ആളുമാറി, അവൻ ആളുമാറി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേൻ ആമേൻ. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പറയുക, നിന്റെ കുരുക്കുകളെ അഴിക്കുന്ന ഒരു അഭിഷേകം വെളിപ്പെടുന്നു. നിന്റെ രോഗത്തിന്റെ കെട്ടുകളെ അഴിക്കുന്ന ഒരു അഭിഷേകം വെളിപ്പെടുന്നു. ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ പകർച്ച വെളിപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ. യെസ്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, 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 ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, ഹല്ലേലൂയ, ഒരു സ്ഥലത്തിന്റെ പേര് സുന്ദരമെന്ന, സുന്ദരം. പക്ഷെ ആ സൗന്ദര്യം മുഴുവൻ കളയും ഒരു മുടന്തനെ അവിടെ കൊണ്ടിരുത്തിയിരിക്കുക. അവനൊരു തുണിയും വിരിച്ച് അവിടെ ഇരുന്ന് വിഷയം അയച്ചുകൊണ്ടിരിക്കുക, വെല്ലം തരണേ, വെല്ലം തരണേ, വെല്ലം തരണേ. അവന്റെ ആ ഒരൊറ്റ പ്രസൻസ് ആ സുന്ദര ദേവാലയ ഗോപുരത്തിന് എല്ലാ വിലയും കളഞ്ഞു. പക്ഷേ ഒരിക്കൽ അതിലെ ആമേൻ കർത്താവിന്റെ 2 അപ്പോസ്തലന്മാർ അതിലെ പ്രാർത്ഥനയ്ക്കൊന്നു പോയി. ഇവൻ നോക്കി, ഇവൻ എല്ലാവരുടെയും വിഷയം ചോദിക്കുന്നവനാ, എല്ലാവരുടെ മുഖത്തേക്ക് നോക്കുന്നവനാ. നോക്കും, വെല്ലം തരണേ, വെല്ലം തരണേ. അതുകൊണ്ട് തന്നെ ആ സുന്ദര ദേവാലയ ഗോപുരത്തിൽ ഇവൻ അറിയപ്പെടുന്ന വ്യക്തിയാ. ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയവര് എല്ലാം കൈ പൈസ ആയിട്ടാ വന്നേ. അവരതിലെ പോയപ്പോ, കാരണം ഇതൊക്കെ കൊടുത്ത് ദാനധർമ്മങ്ങളിൽ വിശ്വസിക്കുന്നവരാ അവിടെ പോകുന്നവരെല്ലാവരും, അകത്ത് കയറുന്നവര്. എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമെന്ന് വിശ്വസിക്കുന്നവർ അതിൽ പോകുന്നവരെല്ലാവരും. അതുകൊണ്ട് തന്നെ എല്ലാവരും കയ്യിൽ കുറച്ച് കാശുമൊക്കെ ചില്ലറയൊക്കെ ആയിട്ടാ വരുന്നത്, സ്വർണവും വെള്ളിയൊക്കെ ആയിട്ടാ വരുന്നേ. അവനെ ചിലപ്പോ ഒരുപക്ഷെ അവനെ മുതലാക്കി ജീവിക്കുന്ന വീട്ടുകാരും ഒരുപക്ഷെ കണ്ടേക്കാം. പക്ഷെ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ 9 മണിയായപ്പോ അവിടെ 2 പേര് വരിക, പത്രോസും യോഹന്നാനും. പ്രാർത്ഥിക്കാൻ പോയതാ. ഇവൻ ചോദിച്ചു, വെല്ലോം തരണേ. പത്രോസ് പറഞ്ഞു, നീ തരുന്നതൊക്കെ ഇരിക്കട്ടെ, എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് നിനക്ക് തരിക, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. ഞാൻ പറയും, ഇന്ന് രാത്രിയിൽ ചില കാര്യങ്ങൾ നടക്കാൻ പോകണം. എന്താണെന്നറിയാം? വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു, അവൻ തുള്ളിയും ചാടിയും കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിനകത്ത് കയറി. ഞാൻ പറയാം, ഇതുവരെ നീ ചോദിക്കാനായിട്ട് വാ തുറന്നെങ്കിൽ നീ ഇനി സ്തുതിക്കാനായിട്ട് വാ തുറക്കാൻ പോവാ. എന്നെ സഹായിക്കണേ, എനിക്കൊരു ജോലി തരണേ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണേ എന്ന് നീ ഇതുവരെ വാ തുറന്നത് സഹായത്തിന് വേണ്ടിയാണെങ്കിൽ, ആമേൻ, നിന്റെ അവസ്ഥ മാറിയിട്ട് യെസ് എന്താണെന്നറിയാവോ,
ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, ഹല്ലേലൂയ, നീ ഇരുന്ന പൊസിഷനിൽ നിന്ന്, ഹല്ലേലൂയ, ആമേൻ, ചിലർ ഇന്ന് വരെ നിന്നെ അന്വേഷിച്ചിരുന്നത്, ആമേൻ, ഹല്ലേലൂയ, മോശക്കാരുടെ കൂട്ടത്തിലാ, രോഗികളുടെ കൂട്ടത്തിലാ, തകർന്നവരുടെ കൂട്ടത്തിലാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ എത്ര പേർക്ക് ധൈര്യപൂർവ്വം പറയാനായിട്ട് പറ്റും? എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും, എന്റെ കർത്താവ് എന്നെ തൊട്ടാൽ എന്റെ പൊസിഷൻ മാറും, എന്റെ കർത്താവ് എന്നെ തൊട്ടാൽ എന്റെ വാക്ക് മാറും, എന്റെ കർത്താവ് എന്നെ തൊട്ടാൽ എന്റെ സംസാര രീതി മാറും, എന്റെ കർത്താവ് എന്നെ തൊട്ടാൽ എന്റെ ജീവിത രീതി മാറും. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, നിർജീവമായ അവസ്ഥകളെ ജീവിപ്പിക്കുന്ന അഭിഷേകം, നിർജീവമായ സാമ്പത്തിക അവസ്ഥ, നിർജീവമായ കുടുംബത്തിന്റെ അവസ്ഥ, നിർജീവമായ ആരോഗ്യ അവസ്ഥ, ഇന്ന് രാത്രി യേശു ജീവിപ്പിക്കുന്ന അഭിഷേകം. പിന്നെ അതിലെ വന്നവർ ചോദിച്ചു, അവൻ എന്തിയെ, പൈസ കൊടുക്കണമല്ലോ. അവൻ ചുറ്റുമിരുന്നവർ പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, അവൻ പള്ളിക്കഥ. യെസ്, കർത്താവ് ചിലർ ഇന്ന് രാത്രി തൊടുന്നു. ശരീരം തളർന്നു പോകുന്ന പോലെ, ശരീരം തളർന്ന് ബലഹീനമായി, ചില സമയത്ത് മരണഭീതി വരുന്ന പോലെ ആരൊക്കെയോ ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ശരീരം തളർന്നു പോകുന്ന പോലെ, ബലഹീനമായിട്ട്, എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന പോലെ ശാരീരികമായിട്ടുള്ള ബലഹീനത കൂടെ പോകുന്ന ഇന്ന് രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയാൻ, ഇപ്പോൾ യെസ്, ഹല്ലേലൂയ, അവൻ ഇവിടെ ഇല്ലെന്ന് ദൂതന്മാർ ഹല്ലേലൂയ യേശുവിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഇത് നമ്മൾ കേട്ടതാ കേട്ടോ. പക്ഷേ ഇതിനു മുമ്പ് പലരെ കുറിച്ചും ഈ ഡയലോഗ് പറഞ്ഞതാ, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല. ഇന്ന് രാത്രി പറയാം, നിങ്ങളെ കുറിച്ച് ആമേൻ ചരിത്രം പറയുമ്പോൾ അവൻ ഇവിടെ ഇല്ല കേട്ടോ, അവൻ ആള് മാറി. ഇന്ന് രാത്രി കർത്താവിന്റെ മഹത്വം ഓരോ കുടുംബങ്ങളിലും തലമുറകളുടെ മേലേക്ക് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപിക്കുന്ന കർത്താവിന്റെ അഭിഷേകം, സൗഖ്യമാക്കുന്ന കർത്താവിന്റെ അഭിഷേകം, ജീവൻ പകരുന്ന കർത്താവിന്റെ അഭിഷേകം, ഉയർപ്പിക്കുന്ന കർത്താവിന്റെ അഭിഷേകം. ആമേൻ. റെഡി ആയിക്കോ. നിങ്ങളുടെ വീടിനകത്തേക്ക്, വീടിന്റെ ഉള്ളിലേക്ക് ഈ അന്തരീക്ഷം ഒന്ന് കത്തട്ടെ. ഇതുവരെ അവൻ വാ തുറന്നെല്ലാം വെല്ലോം തരണേന്ന് പറയാനായിട്ട് അവിടെ ദാണ്ട് തുള്ളിയും ചാടിയും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിനകത്തേക്ക്. പ്രൈസ് ഗാഡ്. നിനക്ക് ദോഷമായിട്ട് ആളുകൾ പദ്ധതി ഇട്ടതുപോലും കർത്താവ് നിന്റെ നന്മയ്ക്കാക്കി മാറ്റാൻ പോവുക. നിന്റെ ദോഷത്തിന്, നിന്റെ തിന്മയ്ക്ക്, നിന്റെ തകർച്ചയ്ക്കു വേണ്ടി ആളുകൾ കുരുക്കൊരുക്കി പദ്ധതി ഒരുക്കി പണികളെല്ലാം ചെയ്ത് കൂട്ടിവെച്ചെങ്കിൽ അവസാനം അത് പൊളിഞ്ഞു പോകും. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല, ഒരായുധവും ഫലിക്കത്തില്ല, ഒരായുധവും ഫലിക്കത്തില്ല. യെസ്, രാത്രി ഉറപ്പോടെ, ധൈര്യത്തോടെ, ആമേൻ, അവനിവിടെ ഇല്ല, അവനിവിടെ ഇല്ല, ആ ലിസ്റ്റിനകത്ത് ഇവനില്ല. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്ന് രാത്രി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കുടുംബങ്ങളിൽ അത്ഭുതം സംഭവിക്കട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വ്യക്തികളിൽ അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിനകത്തും ഇന്ന് രാത്രിയിൽ അസാധാരണമായ വിധത്തിൽ ഒരു ദൈവിക സ്പർശനം ഉണ്ടാകട്ടെ. എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ, ബലത്തോടെ, ജീവനോടെ, ശക്തിയോടെ. യെസ്, എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. സകലവിധമായ മാരക രോഗങ്ങളും സൗഖ്യമാകട്ടെ. പലതരത്തിലെ ചികിത്സകൾ, ഓപ്പറേഷൻ ചെയ്തിട്ടും
പലതരത്തിലെ മരുന്നുകൾ കഴിച്ചിട്ടും സൗഖ്യമാകാത്തവർ, ഇന്ന് ശാപം കൊണ്ട് രോഗികളായവർ, തലമുറ പാരമ്പര്യ ശാപം കൊണ്ട് രോഗികൾ, തലമുറയെ കൈമാറിയ രോഗം, ഭാരങ്ങൾ, വേദനകൾ, യേശുവിൻ്റെ നാമത്തിൽ രോഗാത്മാവിനോട് ശരീരങ്ങളെ വിട്ടുമാറാൻ കൽപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ. കർത്താവേ, അങ്ങ് തൊട്ടതിനായി സ്തോത്രം. അത്ഭുതങ്ങളെ ചെയ്തതിനായിട്ട് നന്ദി കർത്താവ്. അവിടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. മഹത്വം എല്ലാം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.